മുൻ ആരോഗ്യവകുപ്പ് മേധാവി, മുൻ ഹെൽത്ത് സർവീസസ് ഡയറക്ടർ, ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള തിരുവല്ല സ്വദേശിയായ ഡോക്ടർ PS രാമകൃഷ്ണൻ. അദ്ദേഹത്തിന് ഇപ്പോൾ 80 വയസ്സാണ്. ഒരു 3 വർഷം മുമ്പ് അദ്ദേഹത്തിനൊരു ആഗ്രഹം തുടങ്ങി. പണ്ടേ ചെറുപ്പം മുതലേ ആഗ്രഹമുണ്ട്, കഥകളിയോട് വല്ലാത്തൊരു സ്നേഹം. എന്നാലൊന്ന് കഥകളി പഠിച്ചു കളയാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ 25 വയസ്സുകാരിയായ ഗുരുവിൻ്റെ അടുത്തെത്തി അദ്ദേഹം നല്ല കൊച്ചുകുട്ടികളെപ്പോലെ വളരെ അനുസരണയോടെ അദ്ദേഹം പഠിച്ചു. 80-ാം വയസ്സിൽ തിരുവല്ല ശ്രീവല്ലഭൻ്റെ തിരുനടയിൽ അദ്ദേഹം കഥകളിയിൽ അരങ്ങേറ്റം കുറിച്ചു. എൺപതുകാരനായ ഡോക്ടറിന് ഗുരുവായത് 25-കാരിയായ ധന്യ ഹരികുമാറാണ്. അപ്പം ഗുരുവിനോട് തന്നെ നമുക്ക് ആദ്യം വിശേഷങ്ങളൊന്ന് ചോദിക്കാം. ഈ സാധാരണ ഒരു കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്നത് പോലല്ല ഒരു പ്രായമായ ആളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത്. കുറച്ചും കൂടെ എഫേർട്ട് വേണം, കുറച്ചും കൂടെ ശ്രദ്ധ വേണം. ആ ഒരു ജേണി എങ്ങനെ ഉണ്ടായിരുന്നു? പഠിപ്പിച്ചെടുത്തത് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പഠിപ്പിക്കുന്നത് തന്നെ ഈ ഡോക്ടറുടെ അരങ്ങേറ്റത്തോടു കൂടിയാണ്. ഇതിന് മുന്നേ ഒരു സാറാണ് ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഈ ഡോക്ടറിന്റെ അരങ്ങേറ്റത്തിന്റെ കൂട്ടത്തിൽ തന്നെ 8 വയസ്സായ ഒരു കുട്ടിയും 10 വയസ്സായ ഒരു കുട്ടിയും അരങ്ങേറ്റത്തിനുണ്ടായിരുന്നു. അപ്പം അവരെ പഠിപ്പിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ എഫേർട്ട് എടുക്കേണ്ടി എനിക്കിതിന് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ആൾക്ക് 80 വയസ്സാണ്. അപ്പം അതിൻ്റെതായ ഓർമ്മ പെശകുകളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ആൾ നന്നായി തന്നെ അരങ്ങത്ത് ചെയ്യാൻ സാധിച്ചു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആദ്യമായിട്ടാണ് ഞാനൊരു ഗുരുസ്ഥാനത്തിൽ നിന്ന് അരങ്ങേറ്റം ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ കുറിക്കുന്നത്. അതിൽ വളരെ സന്തോഷം. ഞാൻ നന്നായി ചെയ്തു എന്ന് പറഞ്ഞതിൽ കൂടുതൽ അവർ നന്നായി ചെയ്തു, നന്നായി പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഡോക്ടറെ, ഈ 77-ാമത്തെ വയസ്സിൽ കഥകളി പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നത് എങ്ങനെയാണ്? ചെറുപ്പം മുതലേ എനിക്ക് ബാല്യകാലം മുതൽ, സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ അമ്പലത്തിലൊക്കെ പോയി കഥകളി കാണുമല്ലോ. അപ്പോൾ ഈ വേഷവിധാനങ്ങളും പ്രകടനങ്ങളും ഒക്കെ കാണുമ്പം ഞാൻ മേക്കപ്പ് റൂമിലാണ് പോയിരിക്കുന്നത് മിക്കവാറും. ഇതെങ്ങനെയാണ് ഇതൊക്കെ ശരിയാക്കുന്നത്? 5 വേഷങ്ങളുണ്ടല്ലോ: പച്ച, കത്തി, താടി, മിനുക്ക്, കരി. പച്ചവേഷത്തിനാണ് സൈഡിൽ ഇങ്ങനെ ഒട്ടിപ്പോയിരുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് കഥകളിയോട് ഇഷ്ടം തോന്നി. വീട്ടിൽ പോയി ഇതുപോലൊക്കെ ചെയ്യാൻ ശ്രമിക്കും. ചെറുപ്പകാലത്ത് പഠിക്കാൻ പറ്റാതെ പോയി ഈ റിട്ടയർമെന്റ് ലൈഫിൽ ഇത് പഠിച്ച് അരങ്ങേറ്റം കുറിച്ചപ്പോൾ എന്താണ് തോന്നിയത്? എന്തായിരുന്നു സന്തോഷം? ഞാൻ 2019 ശേഷം എനിക്ക് വലിയ ജോലിയൊന്നുമില്ല. എനിക്ക് വെറുതെ ഇരിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിൽ ഞാൻ ഈ അമ്പലത്തിൽ വന്നപ്പോൾ അന്വേഷിച്ചു, ഇവിടെ എവിടെയെങ്കിലും കഥകളി പഠിപ്പിക്കുന്ന സ്ഥലമുണ്ടോ എന്ന് ഒരാൾ ചോദിച്ചു. പെട്ടെന്ന് ഇത് പോയിൻ്റ് ഔട്ട് ചെയ്തു. അങ്ങനെ ഞാനിവിടെ വന്ന് ജോയിൻ ചെയ്തതാണ്. 3 വർഷത്തെ ഒരു പഠിക്കൽ കാലയളവ് എങ്ങനെ ഉണ്ടായിരുന്നു? ഗുരുവൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മാഡം നല്ലപോലെ ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഒരു ഗുരു അവിടുന്ന് വന്നിരുന്നു, അദ്ദേഹം നിർത്തി. വേറെ ഞങ്ങളൊരു ഗുരുവിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. 2 പേരെങ്കിലും വേണം എന്നുള്ള പുള്ളിക്കാരത്തേക്ക് ജോലിയുണ്ട്. അച്ഛന് നല്ല വിദഗ്ധനാണ്, പക്ഷേ ക്ലാസ് എടുക്കുന്നതിൽ വലിയ താല്പര്യമില്ല. എടുപ്പിക്കാൻ ഞങ്ങൾ എനിക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഈ കഥകളിയൊക്കെ പഠിക്കുന്ന സമയത്ത് വൈഫിന്റെ ഭാഗത്തു നിന്നും മക്കളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉള്ളൊരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അവർക്ക് സപ്പോർട്ടില്ല, എന്നെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഈ പ്രായത്തിൽ ഇപ്പോൾ എൻ്റെ ഇൻസ്പിറേഷൻ കലാമണ്ഡലം ഗോപി സാറിനെ പറ്റി എനിക്കറിയാം. അദ്ദേഹം ഒരു വലിയ ഇൻസ്പിറേഷനാണ്. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ പല പ്രായം ചെന്ന പലരും ഇത് നടത്തിയിട്ടുണ്ട്. 70-80 ഇടയ്ക്ക് പലരും കഥകളി പഠിച്ചതായിട്ടും അരങ്ങേറ്റം നടത്തിയിട്ടൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കഥകളിക്ക് പേര് കേട്ട തിരുവല്ലയിലെ ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ തന്നെ 80-ാം വയസ്സിൽ ഡോക്ടറിന് അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്ന കഥകളിയുടെ അരങ്ങേറ്റം കുറിക്കാൻ സാധിച്ചു. ഇനിയും കാതങ്ങൾ ഒരുപാട് അദ്ദേഹത്തിന് മുന്നോട്ട് സഞ്ചരിക്കാനുണ്ട്. ജിബിനൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. എന്തായാലും വളരെ സന്തോഷത്തോടുള്ള ഒരു കാഴ്ചയാണ്. ശ്രീവല്ലഭ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വർഷം എല്ലാ ദിവസവും കഥകളി അരങ്ങേറുന്ന ഒരു ക്ഷേത്രമാണ്. അവിടെ തന്നെ അദ്ദേഹത്തിന് തുടക്കം കുറിക്കാൻ കഴിയുന്നു. അത് 80 വയസ്സിലൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. അല്ലാത്ത സമയത്ത് പോലും കഥകളി ഒന്ന് പഠിച്ചെടുക്കണമെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനെ അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സ്, 25-കാരിയായ ഗുരു
അവരും ധന്യം ഒരുപാട് എഫേർട്ട് ഇട്ട് കാണും അല്ലെ, അങ്ങനെ ഒരു ശിഷ്യനെ വേദിയിലേക്ക് എത്തിക്കാൻ ഗുരുക്കന്മാർക്കും അതിൻ്റെതായ ഒരു കഷ്ടപ്പാടൊക്കെ അതിന് പിന്നിലുണ്ട്. അപ്പോൾ എന്തായാലും രണ്ടുപേർക്കും സന്തോഷത്തിൻ്റെ നിമിഷമാണ്. ചെറുപ്പം മുതലേ രാമകൃഷ്ണന് കഥകളിയോട് ഭയങ്കരമായ പ്രേമമുണ്ടായിരുന്നു. എന്നാൽ അത് പഠിക്കാൻ സാധിച്ചില്ല. ഉത്സവ പറമ്പുകളിൽ ഈ കഥകളി കാണുന്നു എന്നതിനപ്പുറം ഈ കലയുമായി യാതൊരു ബന്ധവും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ചെറുപ്പം മുതലേ ഈ വീട്ടിലെ പ്രാരാബ്ദങ്ങളൊക്കെ അതിൽ നിന്ന് പുറത്തേക്ക് വരണമെങ്കിൽ പഠിച്ചെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം പഠിച്ചു. നമ്മളോട് പറയുന്നുണ്ട്. അദ്ദേഹം എങ്ങനെ പഠിച്ചു എന്നുള്ളത് അദ്ദേഹം നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ പഠിച്ച് ഒരു ഡോക്ടറായി മാറി, പിന്നീട് വളരെ കാലം ഡോക്ടറായി സേവനമനുഷ്ഠിച്ചു. ഒടുവിൽ റിട്ടയർഡ് ആവുന്നത് ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസ് ആയിട്ടാണ് റിട്ടയർഡ് ആവുന്നത്. അതിനുശേഷവും നിരവധി വർഷം പല ഹോസ്പിറ്റലുകളിലായിട്ട് പ്രവർത്തിച്ചു. പിന്നീട് ഇപ്പോൾ വീട്ടിൽ മാത്രമാണ് പ്രാക്ടീസ് നടത്തുന്നത്. എന്നാൽ ആ ചെറുപ്പത്തിലുണ്ടായിരുന്ന കഥകളിയോടുള്ള പ്രേമം അദ്ദേഹത്തിന് വിട്ടുമാറിയിട്ടില്ലായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രം കഥകളിക്ക് പേരുകേട്ട ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിലെത്തി ഈ കഥകളി കാണുമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് വീണ്ടും കഥകളിയോടുള്ള ഒരു താല്പര്യം ഉടലെടുത്തു. പഠിക്കണമെന്ന ആഗ്രഹമുണ്ടായി. 77-ാം വയസ്സിൽ പഠിച്ചു തുടങ്ങി. 80-ാം വയസ്സിൽ അദ്ദേഹം അരങ്ങേറ്റം നടത്തി. എന്തായാലും അദ്ദേഹത്തിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞു പോകേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗുരുവായ ധന്യ ഹരികുമാറിനെ പറ്റിയിട്ട്. 80-കാരന് അല്ലെങ്കിൽ 80-ാം വയസ്സിൽ അദ്ദേഹം അരങ്ങേറ്റം നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ട് വന്നത് 25-കാരിയായ ധന്യ ഹരികുമാറാണ്. പുള്ളിക്കാരി ചെറുപ്പം മുതലേ ഈ കഥകളി പഠിക്കുന്നതാണ്. പുള്ളിക്കാരിയുടെ അച്ഛനും കഥകളി ആർട്ടിസ്റ്റാണ്. അങ്ങനെ ഒരു കഥകളി കുടുംബത്തിൽ നിന്നുള്ള ആളാണ്. ചെറുപ്പം മുതലേ കഥകളി പഠിച്ചു, അരങ്ങേറ്റമൊക്കെ നടത്തി. അതിനോടൊപ്പം തന്നെ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്നുണ്ട്. M.Com കഴിഞ്ഞ വ്യക്തിയാണ്. ഒപ്പം ഇദ്ദേഹം രാമകൃഷ്ണൻ ഡോക്ടർ ഒരു ആഗ്രഹവുമായി ആ കഥകളി കുടുംബത്തിലേക്ക് എത്തിയപ്പോൾ പുള്ളിക്കാരി അദ്ദേഹത്തെ പഠിപ്പിക്കാനായിട്ട് മുന്നിലേക്ക് വന്നു. ഒപ്പം ധന്യയ്ക്ക് കിട്ടിയ ഒരു സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 80 വയസ്സുള്ള അദ്ദേഹം, അതേപോലെ തന്നെ 8 വയസ്സുള്ള വേറൊരു കുട്ടിയും 6 വയസ്സുള്ള വേറൊരു കുട്ടിയുമാണ് കിട്ടിയത്, ശിഷ്യന്മാരായിട്ട് കിട്ടിയത്. അപ്പോൾ 3 പേരും 3 പ്രായത്തിലുള്ള ആളുകൾ. എന്തായാലും പഠിപ്പിച്ച് അരങ്ങേറ്റം വരെ എത്തിക്കാൻ ധന്യയ്ക്ക് സാധിച്ചു.